ഇവിടെ നിന്നെങ്ങാനും തെന്നി അയ്യോ. ഞങ്ങള് വെള്ളച്ചാട്ടം കാണാൻ പോവുകയാണ്. വെള്ളച്ചാട്ടം ക്ലോസ്ഡ് ആണ്. ബൈക്ക് പോയിരിക്കും അല്ലേ? മഴ നനയുന്നുണ്ട്. ക്ലാരിറ്റി ലോസ് ആവും. അങ്ങോട്ടേക്ക് എൻട്രി ഇല്ല. അതാണ് ചന്ദ്രു അതിലെ വഴിയെന്ന് പറഞ്ഞു പോയിട്ട് അവിടെ ലോക്കായി. മോർണിംഗ് സ്പെഷ്യൽ സ്വീറ്റ് കോൺ. ഓയിലേക്കുണ്ടോ? ഓയിലേക്കുണ്ടോ? എന്തോ കാര്യമായിട്ട് നോക്കുന്നുണ്ട്. അപ്പം ഞാന് ഉണ്ണിമുകുന്ദന്, പൃഥ്വിരാജ്, ചന്ദ്രു അങ്ങനെ ഞങ്ങള് വെള്ളച്ചാട്ടം കാണാൻ പോവുകയാണ്. നല്ല മഴയാണ്. നല്ല റൂട്ടുണ്ട്. മേപ്പാടി, അമ്പലവയല്, മൈനങ്ങാടി. അപ്പോൾ ഇന്ന് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് കാര്യമായിട്ട് പറഞ്ഞിറങ്ങിയതാണ്. രാവിലെ നോക്കുമ്പോൾ പെരുമഴ. മൈനങ്ങാടിയിൽ നിന്ന് ഒന്നും എടുക്കാൻ പറ്റില്ല. ഫോണാണ് ഹെൽമെറ്റിൽ മൗണ്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ മഴ നനഞ്ഞാൽ പണി കിട്ടും. പിന്നെ വാട്ടർ പ്രൂഫാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നാലും ക്ലിയർ കിട്ടൂല വീഡിയോക്കൊന്നും. അപ്പോൾ മേപ്പാടിക്കുള്ള റൂട്ട് പിടിച്ചോണ്ടിരിക്കുക. മര്യാദയ്ക്ക് വീട്ടിൽ ഇരുന്ന് ചന്ദ്രുവിനെ കുത്തിപ്പൊക്കിക്കൊണ്ടുവന്ന് നേരെ റൂട്ടിൽ പോകുന്ന കഴിക്കാൻ വേണ്ടി കാന്തമ്പാറ വെള്ളച്ചാട്ടമുള്ള. അപ്പം എന്നാൽ പിന്നെ അതും കൂടി ഒന്ന് കയറി കാണാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇപ്പം ഒന്ന് പോകുന്ന വഴിക്ക് വേണം അതൊന്ന് കയറി വിസിറ്റ് ചെയ്യാം. പക്ഷെ മഴ ആയതുകൊണ്ട് ക്ലോസ് ആയിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. കുറച്ച് ഉള്ളോട്ടുള്ളതാണ്. മുന്നേ പോയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ മഴക്കാലത്ത് പോകാൻ ഭയങ്കര രസമാണ്. കഴിഞ്ഞ ലാസ്റ്റ് ഞങ്ങൾ പോയ സമയത്ത് വേനലായിരുന്നു. അപ്പോൾ വെള്ളമൊന്നും അധികം ഉണ്ടായിരുന്നില്ല. രാവിലെ വലിയ കാര്യത്തിൽ വെയിലൊക്കെ കണ്ടപ്പോൾ വിചാരിച്ചു ഇന്ന് ഫുള്ള് വെയിലായിരിക്കും. ഇന്ന് ഇവിടെ വയനാട്ടിൽ ലീവ് കേട്ടോ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കംപ്ലീറ്റ് ലീവ്. ഇന്നലത്തെ മഴ കണ്ടിട്ട് കൊടുത്താ. ഇന്ന് രാവിലെ എനിക്ക് തോന്നുന്നില്ല ഇന്നലത്തെ അത്ര മഴയൊന്നും കിട്ടിയിട്ടില്ല. സ്വാഭാവികമായിട്ട് അങ്ങനെ വരുള്ളൂ. ലീവ് കൊടുത്താൽ പിന്നെ മഴ ഉണ്ടാവില്ല. ഇത് ഇവിടെ നിന്നിട്ടാണ് തേയില തോട്ടം സ്റ്റാർട്ട് ചെയ്തു. ഒരുപാടുണ്ട്. റോഡൊക്കെ ഭയങ്കര അടിപൊളിയാണ്. നല്ല വളവും തിരിവും, നല്ല വൃത്തിയുള്ള റോഡും ഗട്ടറൊന്നുമില്ല. ഇതൊരു സെറ്റ് തേയില പറിച്ചു പോയതാട്ടോ. അതുകൊണ്ടാണ് ഈ ഡാർക്ക് പച്ചയായിട്ടാണ്. അല്ലെങ്കിൽ ഇതിന്റെ തളിരിങ് വന്ന് കഴിയുമ്പോഴേക്കുണ്ടല്ലോ ഭയങ്കര ഭംഗിയാണ്. ഫുള്ള് ഇളം പച്ചയായിട്ട് കണ്ടോ കാണുന്നുണ്ടോ? ഈ ഇളം പച്ചയായിട്ട് ഭയങ്കര ഭംഗിയാണ്. അവിടെ ഈ ഒരു ഏരിയയില് അവിടെ ഈ ചെറിയൊരു കടയുള്ളൂ. ചായ ഉണ്ട്. റോഡ് പണി നടന്നുകൊണ്ടുണ്ട്. സൈഡ് ഫില്ല് ചെയ്യുന്നുണ്ട്. റോഡിന്റെ വീതി കൂട്ടാൻ തോന്നുന്നു. ഈ കഴിഞ്ഞ പുല്ലുവട്ടലിന് മുന്നേ ഒരു പുല്ലുവട്ടൽ ഉണ്ടായിരുന്നല്ലേ വയനാട് പുത്തുമല. അവിടെ എല്ലാവർക്കും വീട് വെച്ച് കൊടുത്ത് ഈ റൈറ്റ് സൈഡ് മേലേക്കാട്ടും. അവിടെ ഒരുപാട് ടീംസ് സ്പോൺസർ ചെയ്തൊക്കെ ആയിട്ട് വെച്ച് കൊടുത്ത വീടുകളുണ്ട് റൈറ്റ് സൈഡില്. അതിന് മേലേക്കുള്ളത് മേലെ കുറച്ച് വീടുകളില്ല. ഗോപ്രോ പോലെ അല്ല കേട്ടോ. ഫോൺ അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ട് ഹെൽമെറ്റ് തൂങ്ങിപ്പോയി. പക്ഷെ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ വിഷയമൊന്നും കെട്ടാകത്തൊന്നുമില്ല. ഗ്ലാസിന് വിഷയമോ അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ടിലേക്ക് കാണുന്നതിന് വിഷയം അങ്ങനത്തൊന്നുമില്ല. അപ്പൊ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് വീഡിയോ കറക്റ്റ് ആണോ റെക്കോർഡാണോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ല. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് സ്ക്രീനിലേക്ക് നോക്കാനൊന്നും പറ്റത്തില്ല. അങ്ങനെ കാണത്തില്ല. സ്ക്രീനിലോട്ട് അങ്ങനെ കാണത്തില്ല. നമ്മളൊരു ഊഹത്തിനങ്ങ് എടുക്കും. മറ്റേ മൗണ്ട് കറക്റ്റ് വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ടങ്ങ് എടുക്കും. ചന്ദ്രു, വെള്ളച്ചാട്ടം അവധിയ. ഇന്നേക്ക് ലീവ്. റോഡ് മൊത്തം ഓഫ് റോഡാണ്. വെള്ളച്ചാട്ടത്തിലേക്ക് അത്യാവശ്യം ആൾക്കാർ പുറമേ വയനാട്ടിലുള്ളവര് തന്നെ ഒരുപാട് വരുന്നുണ്ട്. പക്ഷെ റോഡ് നന്നാക്കില്ല. എന്താ അവസ്ഥ മനസ്സിലാവാത്ത റോഡ് നോക്കിയിട്ട് കൊഴിയ റോഡ് നമുക്ക് കിണർ പോലെ ആയിട്ടുണ്ട്. നോക്കി എന്നാൽ ഇതെന്താ റെഡിയാക്കാതെ ഇടുന്നത് മനസ്സിലാത്ത. അതായത് ഈ കാണാൻ വരുന്നവർക്ക് ഓഫ് റോഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൂട്ടുന്നത്. അതിൽ കുറച്ച് ദൂരം ഓഫ് റോഡ്. ചന്ദ്രു പിടിച്ചിരുന്നോ? തെറിച്ച് പോയില്ലെങ്കിൽ എന്നെ അവിടെ മേലെ എത്തിക്കാം. പിടിച്ചിരുന്നു. അടുത്ത പറമ്പിലുണ്ടാവും. കുളത്തിന് കുളം, പുഴയ്ക്ക് പുഴ, കുഴിക്ക് കുഴി. വെള്ളച്ചാട്ടം ക്ലോസ്ഡ് ആണ്.
കോഫി സാൻഡ്വിച്ച്, ചന്ദ്രഛായ സാൻഡ്വിച്ച്. ഞങ്ങൾക്ക് വെള്ളച്ചാട്ടം കാണാൻ പറ്റിയില്ല, അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നെല്ലാറച്ചാൽ പോവാം. നെല്ലാറച്ചാൽ വ്യൂ പോയിന്റ്. മഴയൊക്കെ പോയിട്ടോ, കോട്ട് ചന്ദ്രമൊക്കെ ശരി. നേരത്തെ വീഡിയോ എടുത്തപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാൻ വിട്ടുപോയി. ഇതിൻ്റെ റൂട്ടറിൽ കണക്റ്റ് ഉണ്ടോ, മറ്റേ ചാർജ് ഉണ്ടോന്ന്. അവിടെ ചാർജ് ഇല്ലായിരുന്നു റൂട്ടർ. നേരത്തെ വീഡിയോ എടുത്തപ്പോൾ നമുക്ക് തൽക്കാലം നെല്ലാറച്ചാലൊന്ന് പോയിട്ട് വരാം. ഇവിടെ മഞ്ഞപ്പാറ സ്ഥലത്ത് നിന്ന് ലെഫ്റ്റ്. മഴയൊക്കെ പോയിട്ടുണ്ട്, അത്യാവശ്യം നല്ല വെയിലുണ്ട്. വലിയ വെയിലല്ല, എന്നാലും കാലാവസ്ഥ കൊള്ളാം, കുഴപ്പമില്ല, നല്ല കാലാവസ്ഥയാണ്. നല്ല വൈകുന്നേരമൊക്കെ വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഫാമിലിയായിട്ടൊക്കെ വന്നിരുന്നിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന ബെസ്റ്റ് സ്ഥലമാണ്. അതുകൊണ്ടാണ് പറയുന്നത് വീഡിയോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. നേരത്തെ അത്രയും നേരം നല്ല അടിപൊളി വ്ളോഗൊക്കെ എടുത്ത് സംസാരിച്ച് ഓരോ കണ്ടന്റൊക്കെ സംസാരിച്ച് വന്ന് നോക്കുമ്പോൾ എന്താ മൈക്കിൻ്റെ ആ റൂട്ടറിൽ ചാർജറില്ല എന്നൊരു ചാർജില്ല. പിന്നെ നോക്കുമ്പോൾ ആ പണ ഫോണിലേക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള കേൾക്കുന്ന സൗണ്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതാണെന്നുണ്ടെങ്കിൽ വലിയ സൗണ്ടിൽ കേൾക്കത്തുമില്ല, ഭയങ്കര വിൻഡിന്റെ സൗണ്ടും. നോയിസ് ക്യാൻസലേഷൻ കൊടുത്ത് നോക്കി എന്നിട്ടും പറ്റിയില്ല. അതിനിപ്പോ വെറുതെ ഞാൻ ഡബ് ചെയ്തിട്ട് ഇറക്കേണ്ടി വരും. അതേപോലെ കാന്തമ്പാറ പോയിട്ട് അവിടെ നിന്നാണ് ഞാൻ കളക്ടർ അടച്ചു. ഈ മഴ ആയതുകൊണ്ട് ഒരു ദുരന്തങ്ങൾ കാര്യങ്ങളൊന്നും അടുത്ത് വരണ്ടെന്ന് വെച്ചിട്ട് മുൻകൂറായിട്ട് അവിടെ അങ്ങനത്തെ ഉള്ള സ്ഥലങ്ങളൊക്കെ അടച്ചു. അങ്ങോട്ടേക്ക് പോകണ്ടെന്നുണ്ട്. അത് അതേപോലെ തന്നെ കേട്ടോ, ഒരു ഒന്നിറങ്ങി ചെന്നടി ചെന്നിട്ട് അതിൻ്റെ വെള്ളച്ചാട്ടമൊക്കെ ഒരു കണക്കിന് അടയ്ക്കണോ നല്ലതാണ്, കുഴപ്പമില്ല. അടുത്തൊരു ദിവസം പോകുമ്പോൾ കാണാം. ഇന്നത്തെ പ്ലാന് കാന്തമ്പാറയായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ എത്തി നിൽക്കാൻ പോണത് നെല്ലാറച്ചാലും കുഴപ്പമില്ല. ഇവിടുന്ന് വന്നിട്ട് ഇവിടെ ഒരു നെല്ലാറച്ചാൽ വ്യൂ പോയിന്റ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് നേരെ ലെഫ്റ്റിലേക്കല്ല, നേരെ പോകും. കുറച്ച് ദൂരെ ടാറിട്ടുള്ളൂ, ബാക്കിയുള്ളത് ടാറിയൊന്നും ഉണ്ടാവില്ല. പട്ടിയെ കടിക്കല്ലേ. ബൈക്ക് പോയിരിക്കും അല്ലേ? എന്നാ വിട്ടോ, കോട്ട് നീ കൈ പിടിച്ചോ, കോട്ട് കളയണ്ട. അങ്ങനെ ഇതാ സ്ഥലത്തെത്തിയിട്ടുണ്ട്. നല്ല വഴിയൊന്നുമില്ല. ഇത് വണ്ടികൾ വന്ന് ഇങ്ങനെ ആയതാട്ടോ. ആ ഷെഡുണ്ടല്ലോ, അത്യാവശ്യം ആൾക്കാരുണ്ട് തോന്നുന്നു കേട്ടോ. വണ്ടി നമുക്ക് ഇവിടെ പാർക്ക് ചെയ്തിട്ട് പോയി നോക്കാം. ഫ്രണ്ട് കാണുന്നില്ലേ, അതൊക്കെ തന്നെയാണ് വ്യൂ കേട്ടോ. വിളിച്ച് പുതിയ ഷെഡ് വന്നിട്ട് ചന്ദ്രദ സൈഡിൽ നിൽപ്പുണ്ട്. ഈ ഏരിയ കംപ്ലീറ്റ് ഇല്ലിയൊക്കെ വെച്ച് കെട്ടി നിറച്ചേക്കാം. അങ്ങോട്ടേക്ക് ഒരു പ്രാവശ്യം ജീപ്പ് ട്രാക്ടറൊക്കെ വന്നിട്ട് ഓഫ് റോഡ് ചെയ്തിട്ട് ഭയങ്കര കേസൊക്കെ ആയിരുന്നു. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ കുറേ പേര് വരുന്നുണ്ട്. അവിടെ ഒരു ടീം മീൻ പിടിക്കുന്നുണ്ട്. നോക്കി നോക്കാം നമുക്ക്. ഇന്ന് റെഡ് അലേർട്ട് ആയതുകൊണ്ട് അങ്ങോട്ടേക്ക് എൻട്രി ഇല്ല. അപ്പോൾ സാറന്മാർ അവിടെ നിൽപ്പുണ്ട്, പോലീസുകാരുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ജസ്റ്റ് ഇവിടെ ഒന്ന് കണ്ടോ താഴത്തേക്ക് ഇറങ്ങരുതെന്ന് പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ പറഞ്ഞാൽ മീൻ വളർത്തുന്നൊരു കേന്ദ്രമല്ലേ ആ സെൻറ്ററിൽ കാണുന്നത്, അതാട്ടോ. അടിപൊളി സ്ഥലമാണ്, ഇവിടെയൊക്കെ വന്നിരിക്കാം. വൈകുന്നേരമൊക്കെ ഭയങ്കര രസമാണ്. മഴക്കാലം ആയതുകൊണ്ട് നോക്കി എന്നാ വെച്ചാൽ വ്യൂ ആ നോക്കി. മഴയൊക്കെ ആസ്വദിക്കാൻ ഇഷ്ടമുള്ളവർക്ക് നേരെ അങ്ങ് പോരാ കേട്ടോ. ഭയങ്കര സ്ഥലം, ഭയങ്കര രസമാണ്. കിട്ടില്ല കേട്ടോ, നല്ല വ്യൂ ഉണ്ട്. പക്ഷെ ആൾക്കാർ കുറവാണ്, നോക്കിയിട്ട് കാര്യമില്ല. ചന്ദ്രോട്ടെ വീഡിയോ എടുക്കുന്നത് പരക്കെ. ഇനിയിപ്പോൾ ഇവിടെ നേരെ അടുത്ത സ്ഥലം മീനങ്ങാടി, അമ്പലവയൽ, അങ്ങനെ പോകണം. ഓക്കെ, ബൈ. വീഡിയോഗ്രാഫർ ചന്ദ്രു കോട്ട് ഇട്ടു, പക്ഷേ പാൻറ് ഇട്ടില്ല, നല്ല വൈറ്റ് പാൻറ്റും. അപ്പോൾ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോട്ടെ. എല്ലായിടത്തും അങ്ങനെ കറങ്ങി തിരിഞ്ഞത് അമ്പലവയൽ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് ഡ്യൂട്ടി. ഓടി കാല് ഫുള്ള് ചെളി, എന്നിട്ട് കാല് കഴിയാൻ വന്നേക്കുക അമ്പലവയൽ. ഇവിടത്തെ കോറിയിൽ അത്യാവശ്യം നല്ല വെള്ളമുണ്ട്, പക്ഷെ അങ്ങോട്ട് പോകാനുള്ള വഴിയില്ല. അതാണ് ഒരേ ഒരു വിഷയം. പിന്നെ ഉള്ള വഴിയൊക്കെ തപ്പി പിടിച്ചതാ പോണു. അതാണ് ചന്ദ്രു അതിലെ വഴിയെന്ന് പറഞ്ഞു പോയിട്ട് അവിടെ ലോക്കായി. എന്തായാലും പോണില്ലേ, വേഗം വാ. വലിയ കോറി കേട്ടോ,
ഇത് മുന്നേ കല്ലൊക്കെ എടുത്തോണ്ടിരുന്ന, പക്ഷെ ഇപ്പൊ അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. കോറി ക്ലോസ് ചെയ്തു. ഇത് കണ്ടോ, അത്യാവശ്യം വലിയ കോറിയാണ്. ആ ഒരു ഭാഗമല്ലേ അതിലങ്ങ് പോയി കഴിഞ്ഞാൽ ഫാൻറ്റം റോക്കിലേക്കുള്ള വഴി. ഇതിനകത്ത് ഒരുപാട് മീനുണ്ട് കേട്ടോ, കുറേ മീനുണ്ട്. അപ്പോൾ കാൽ കഴുകട്ടെ. ഈ ഒരു കോറിയൻ്റെ ആ ഒരു മേലെ ഭാഗത്തു നിന്നാണ് ഒരു പെണ്ണുങ്ങൾ താഴെ പോയത്. അന്ന് ഫയർഫോഴ്സ് നാട്ടുകാരൊക്കെ കൂടി വന്ന് രക്ഷിച്ചതാ. കാണുമ്പോൾ വലിയ ഹൈറ്റ് ഇല്ലാന്ന്, പക്ഷെ നല്ല ഹൈറ്റ് ഉണ്ട്. പുൽത്തൈലം വാറ്റുന്ന പുല്ലാട്ടത്. സ്മെല് ചെയ്ത് നോക്കടാ. നല്ല സ്മെല്ലുണ്ടല്ലേ. നിങ്ങൾ നിക്ഷേപിക്കുന്ന വാഹനങ്ങൾ കഴുകുന്നത് നിരോധിച്ചിരിക്കുന്നു. ഓക്കെ. സ്നാക്ക്, കോഫി, റുമാലി ഫുൾ മീറ്റ് റോള്, ഷവർമ പ്ലേറ്റ്. ചന്ദ്രൻ ജിമ്മിലേക്ക് വാ, ജിമ്മിലേക്ക്. അപ്പോൾ അഭിയത്തിന് വെയിറ്റ് നിൽക്കുന്നു. ഭയങ്കര അഡീഷൻ ആയിട്ടുണ്ട് കേട്ടോ യോഗ ഷേക്ക്. കുറച്ച് കടലയും കൂടി മേടിച്ചിട്ടുണ്ട്, ഒരു 30-2 പാക്ക്. കോഴിത്തീറ്റ വാങ്ങി കുറച്ച്. ഇപ്പോൾ കോഴിക്ക് കൊടുക്കാൻ വേറെ ഒന്നുമില്ല. ബാക്കി കുറച്ച് ടീമുണ്ട് അന്ന് കൊടുത്തതിൻ്റെ ബാക്കി. നേരെ വീട് പിടിക്കുക, ഫുഡടിക്കുക, കിടന്നുറങ്ങാം. ബൈ ബൈ.